ഇഡിക്ക് മുന്നിൽ ഹാജരാവാൻ സമയം നീട്ടിച്ചോദിച്ച് കെ രാധാകൃഷ്ണൻ. പാർലമെന്റ് പൂർത്തിയാവുന്നത് വരെ ഹാജരാവാനാവില്ലെന്ന് ഇഡിക്ക് കത്ത് നൽകി. 17-ാം തീയതി ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇഡി വീണ്ടും നോട്ടീസ് നൽകിയേക്കും. കരുവന്നൂർ കേസുമായി ബന്ധമില്ലെന്നും ഏത് അന്വേഷണത്തെയും നേരിടുമെന്നും കെ രാധാകൃഷ്ണൻ. സ്വർണ്ണക്കടത്ത് കേസിൽ കന്നഡ നടി രന്യ റാവുവിന് ഇന്ന് നിർണായകം. ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിധി പറയും. അന്വേഷണം തുടർന്ന് കേന്ദ്ര ഏജൻസികൾ. രന്യയുടെ ഭർത്താവിന്റെ ഓഫീസിൽ റെയ്ഡ്. CPM-ൽ ഇടഞ്ഞ എ പത്മകുമാറിനെതിരായ നടപടി എന്തുണ്ടാകും? ഇന്ന് ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാകും. സംസ്ഥാന കമ്മിറ്റി തിരുവനന്തപുരത്ത് ചേരും. മധുര പാർട്ടി കോൺഗ്രസിനുള്ള കരട് രാഷ്ട്രീയ പ്രമേയവും ചർച്ച ചെയ്യും. കാനഡയ്ക്ക് ഇനി പുതിയ പ്രധാനമന്ത്രി. മാർക്ക് കാർണിയുടെ സത്യപ്രതിജ്ഞ ഇന്ന്. ആദ്യ മന്ത്രിസഭാ യോഗം ഇന്ത്യൻ സമയം രാത്രി 8:30-ഓടെ. US-ഉമായുള്ള ബന്ധത്തിൽ കാർണിയുടെ നിലപാട് നിർണായകം. ഹോളി ആഘോഷത്തിൽ രാജ്യം. ആശംസ നേർന്ന പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും. ഉത്തർപ്രദേശിലെ സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ കനത്ത സുരക്ഷ. ഹൈദരാബാദിൽ ആഘോഷങ്ങൾക്ക് നിയന്ത്രണം.